ഹിന്ദിയൊക്കെ അറിയാമോ? ഓക്കെ, നന്നായി വരും. എടാ ബാബു അവിടെ അടി നടക്കാൻ പോണ്. നമ്മളറിയാതെ എന്താന്ന് തെളിച്ചു പറ. ആ ചന്ദ്രനും കൂട്ടരും അവര് ഷെയർ ഇട്ട് കുപ്പി എടുത്തിട്ടുണ്ട്. എന്നാ ഞാനും അറിയോ? ആ ചുണ്ടിന് കർട്ടൻ ഇട്ടേക്കണ പറ്റി മീശൊന്ന് പഠിച്ചാലേ പാടില്ലേ? ചൈനക്കാരനെ പോലെ ഇല്ലേ? ബംഗാളിനെ പോലെ ഉണ്ട്. പുഷ്കരോ ഏത് പുഷ്കരൻ? പുഷ് ചെയ്യാൻ പറഞ്ഞത്. 1.5 മണിക്കൂർ ഹോൾഡ് ചെയ്യും. ഇപ്പൊ വരാം. ഇടയ്ക്ക് നിർത്തി വയ്ക്കാൻ ഇതെന്താ ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടേക്കണയാണോ? പയ്യെ എന്ത് പറ്റി ദേവു? ഈ വാളിന്റെ അടിയിൽ ഒരു കവറുണ്ട്. അതും കൊണ്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? 1 കിലോ പച്ചമുളക്, 1 കിലോ ഇഞ്ചി, വെളുത്തുള്ളി. 5 ലക്ഷം രൂപ വന്നു. അച്ഛന്റെ ചികിത്സക്ക് വെച്ച കാശ. നീ വീട് സ്ഥലമൊക്കെ പണയം വെച്ചിട്ട് ആ കിട്ടിയ കാശ് കൊണ്ട് എന്താ ചെയ്തേ? അച്ഛന് കൊടുത്തോ? തലമുടി വെക്കാൻ അഡ്വാൻസ് കൊടുത്തു. കുതിരെ വേഗം പോ, അല്ലെങ്കിൽ അവരടിച്ചു തീർക്കും. നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോടാ? കൊട്ടപ്പ ഗ്രില്ല്. ഇതാരാണ് കാടിനെ നടക്കി ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടേക്കണേ? കട്ടപ്പോയി. അയ്യോ ബാഹുബലി. കട്ടപ്പ ഓടി വാടാ. എന്നെ രക്ഷിക്കേ. അയ്യോ വേണ്ടല്ലേ, പുറത്തേറ്. നടത്തിക്കൊണ്ട് വന്നോ. നീ കുറച്ചുകൂടി വൈകാറുന്നെങ്കിൽ എന്നെ ഒരു ഗ്രില്ലടിച്ച് കൊന്നേനെ. അയ്യോ, ഇതിലും ഭേദം അവരെന്നെ ഗ്രില്ലടിച്ച് കൊന്നാ മതിയായിരുന്നല്ലോ. മഴ പെയ്യണ്ടെന്ന് തോന്നണേ. അമ്പുമഴയോ? അയ്യോ മാമ, അയ്യോ തിരിഞ്ഞായിരുന്നാ മതിയായിരുന്നു. ഭാഗ്യം താഴെ കിടന്നു. കഴിഞ്ഞ ഇവരോട് കത്തിച്ചിട്ടിട്ട് കാട്ടില്ല എന്നെ പരിപാടി. മാമനും മോനും കൊള്ളാലോ. എന്തൊക്കെ കാണണ എന്റെ ദൈവമേ. എന്തിനാ ഇത്ര കഷ്ടപ്പെടണേ? ഒരു ഊബർ വിളിച്ചാലോ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ. ഒരു ഓട്ടോറിക്ഷ ആണെങ്കിലും മതിയായിരുന്നു. അടങ്ങി ഒതുങ്ങി വാ. പിടിച്ചിട്ട് വാ. കഴിഞ്ഞ ദിവസം അമ്മ ഗൾഫിൽ നിന്ന് വന്ന് എനിക്ക് ഷാമ്പു ഇങ്ങോട്ട് വന്നേക്കാ. ഈ മുടിയില്ലാതെ ഞാൻ എവിടെ തേക്കാനാടാ? കല്ല് കിട്ടണേ കുത്തി കൊല്ലായിരുന്നു. അത് നീ എടുത്തോ. ഒന്നും ഉണ്ടായിരിക്കോ? ഞാൻ അല്ലാതെ എന്തോ പറയാനാ? യുദ്ധത്തിന് മുമ്പേ എന്നെ എല്ലാവരും കളിയാക്ക. ഇതൊന്നും അയച്ച വീട്ടിൽ പോയി കുറച്ച് ചോറിനട്ടെ. അതല്ല കട്ടപ്പയ്ക്ക് മുടിയില്ലേലും എന്താ? ദുഷിച്ചൊരു മനസ്സില്ലേ? കഴിഞ്ഞ ദിവസം യുദ്ധത്തിന് പോയപ്പോ അവര് പറയാ എന്ത്? സൂര്യന്റെ ഒറ്റടിച്ച് തലേന്ന് റിഫ്ലക്ഷൻ വന്നെന്ന്. ശരിക്കും കട്ടപ്പ ഭാഗ്യവാനല്ലേ? മുടി വെട്ടാൻ കാശ് കൊടുക്കണ്ടല്ലോ. ഷാമ്പൂ വാങ്ങണ്ട, എയർ കണ്ടീഷണറും വേണ്ട. ഒരു തോർത്ത് വെച്ച് ചുമ്മാ തുടച്ചാ പോരെ. കട്ടപ്പ എയർ ട്രാൻസ്പ്ലാന്റേഷന് കൊടുത്ത അഡ്വാൻസ് കട്ടപ്പയുടെ പേര് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വീട്ടിലത്തെ അവസ്ഥയൊക്കെ അറിയാലോ. അപ്പം ഞാൻ പോവാട്ടോ. എൻ്റെ എയർ ട്രാൻസ്പ്ലാന്റേഷൻ